അടുത്ത ദിവസം നടക്കുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ പോയിന്റ്, 2026 ജനുവരിയിൽ മുഖ്യമന്ത്രി സംസ്ഥാന മൈക്രോബായി പ്രഖ്യാപിച്ച സൂക്ഷ്മജീവി ഏതാണ്? ബാസിലസ് സബ്റ്റിലിസ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. 2026 ജനുവരിയിൽ മുഖ്യമന്ത്രി സംസ്ഥാന സൂക്ഷ്മജീവിയായിട്ട് പ്രഖ്യാപിച്ചത് ഏത് ജീവിയാണ്? ബാസിലസ് സബ്റ്റിലിസ്. ബാസിലസ് സബ്റ്റിലിസ്. അടുത്ത പോയിന്റ്, രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതാണ്? കോട്ടക്കൽ നഗരസഭയാണ്. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ കോട്ടക്കൽ നഗരസഭ. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? 2025 നവംബർ 1-നാണ്. പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? 2025 നവംബർ 1-നാണ്. നീതി ആയോഗിന്റെ ഇടക്കാല സിഇഒ ആയി നിയമിതനായത് ആരാണ്? നിധി ചിബ്ബർ ആണ് കേട്ടോ. നിധി ചിബ്ബർ ആണ്. അപ്പൊ പഠിച്ചു വെക്കണം. നീതി ആയോഗിന്റെ ഇടക്കാല സിഇഒ അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് നിയമിതനായത് ആരാണ്? നീതി ചിബ്ബർ ആണ്. അപ്പൊ നീതി ആയോഗിന്റെ ഇടക്കാല സിഇഒ ആയി നിയമിതനായത് ആരാണ്? നീതി ചിബ്ബർ ആണ്. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? മോട്ടോ എന്ന ആനക്കുട്ടിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. MBDയുടെ കേട്ടോ. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? മോട്ടോ എന്ന ആനക്കുട്ടിയാണ്. അടുത്തിടെ ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? താരിഖ് റഹ്മാൻ ആണ് കേട്ടോ. ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? താരിഖ് റഹ്മാൻ ആണ്. കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ബ്രഹ്മപുരത്താണ് കേട്ടോ. അപ്പൊ എന്താണ്? കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് പയ്യന്നൂരാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് പയ്യന്നൂർ. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക്, സ്കിൻ ബാങ്ക് ആണ്. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർ രഹിത ജില്ലാ കോടതി ഏതാണ്? കൽപ്പറ്റ കോടതിയാണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർ രഹിത ജില്ലാ കോടതി ഏതാണ്? കൽപ്പറ്റ ജില്ലാ കോടതിയാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയുള്ളതും സൗഹാർദ്ദപരവുമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി കേട്ടോ. പഠിച്ചു വെക്കണേ. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയുള്ളതും സൗഹൃദപരവുമായ സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയാണ് കേട്ടോ. യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത്ത് റേ പുരസ്കാരത്തിന് അർഹനായ സംവിധായകനാരാണ്? TV ചന്ദ്രനാണ് കേട്ടോ. TV ചന്ദ്രൻ. സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത്ത് റേ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ ആരാണ്? TV ചന്ദ്രനാണ്. ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്കായി നൽകാൻ തീരുമാനിച്ച വാക്സിൻ ഏതാണ്? HPV വാക്സിനാണ്. HPV വാക്സിനാണ്. പഠിച്ചു വെക്കണേ. ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് നൽകാൻ തീരുമാനിച്ച വാക്സിൻ ഏതാണ്? HPV വാക്സിൻ. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ് കേട്ടോ. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേരെന്താണ്? കർത്തവ്യപഥ് ആണ് കേട്ടോ. ഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേരെന്താണ്? കർത്തവ്യപഥ് ആണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്?
ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? VBG റാംജി എന്നാണ് കേട്ടോ. അപ്പോൾ എന്താണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? VBG റാംജി. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങളേക്ക് അറിയിക്കണം. അതായത് നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ടെലഗ്രാമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇനി നമുക്കറിയാമല്ലോ, ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസ്, അതുപോലെ തന്നെ LDC എക്സാംസ്, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങി നിരവധി പരീക്ഷകളാണ്. ആ പരീക്ഷകൾക്കൊക്കെ 10-20 മാർക്കുകളൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ ലെങ്ത് വരുന്നത്. അപ്പം നമുക്ക് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടെ നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകാൻ സാധിക്കുന്നതാണ്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. റിവിഷൻ ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ. റിവിഷൻ ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് ഈ ഒരു ബാച്ചിലൂടെ പഠിപ്പിക്കുന്നത്. ടോപ്പിക് വൈസ് ആയിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസും അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് മുഴുവൻ മാർക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ. അപ്പം ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനി വരുന്ന 6 മാസത്തേക്ക്, അതായത് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സിന്റെ ബാച്ചാണ്. അപ്പോൾ വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാർ 81 299 339, ഒന്നുകൂടെ പറയാം, 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടുകൂടി തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകാം. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, പിന്നെ റിവിഷൻ ക്ലാസ്സസും പിന്നെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ബാച്ച് ആയിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത പോയിന്റിലോട്ട് പോവാം. കേരളത്തിലെ വയോജന കമ്മീഷന്റെ അധ്യക്ഷനായി അഥവാ ചെയർമാനായി നിയമിതനായതാരാണ്? അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. കേരളത്തിലെ പ്രഥമ വയോജന കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായതാരാണ്? അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ്. ഈ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഇദ്ദേഹം ഒരു MP കൂടിയാണ്, രാജ്യസഭാ MP കൂടിയാണ്. അറിഞ്ഞു വെക്കണം. അടുത്ത പോയിന്റ്, സ്വച്ഛ് സർവേ 2025 റിപ്പോർട്ട് സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം ഏതാണ്? തമിഴ്നാട്ടിലെ മധുരയാണ് കേട്ടോ. അപ്പൊ രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരത്തിന്റെ പട്ടികയിൽ 2025 പട്ടികയിൽ വന്ന ഏതാണ്? ഏറ്റവും വൃത്തിയില്ലാത്ത നഗരമാണ് തമിഴ്നാട്ടിലെ മധുരയാണ്. 2026 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക അതിഥികൾ ആരൊക്കെയാണ്? ഉർസുല വോൺ ഡെർ ലെയ്നും അതോടൊപ്പം തന്നെ അന്റോണിയ കോസ്റ്റയുമാണ്. ആരൊക്കെയാണ്? യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള അതിഥികളായിരുന്നു 2026 റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയുടെ ഔദ്യോഗിക അതിഥികളായിട്ട് വന്നത്. അപ്പോൾ പഠിച്ചു നോക്കണം. ഉർസുല വോൺ ഡെർ ലെയ്ൻ യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷയും അന്റോണിയോ കോസ്റ്റ ആരാണ്? യൂറോപ്യൻ കൗൺസിലിന്റെ അധ്യക്ഷനുമാണ്. അപ്പോൾ പഠിച്ചു നോക്കണം. 2026 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക അതിഥികളായത് ആരൊക്കെയാണ്? ഒന്നാമത്തെ ആള് ഉർസുല വോൺ ഡെർ ലെയ്ൻ, അദ്ദേഹം യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷയാണ്. അതോടൊപ്പം തന്നെ അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ അധ്യക്ഷനാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോവാം. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സനൈ തക്കൈച്ചിയാണ് കേട്ടോ. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സനൈ തക്കൈച്ചിയാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയതാരാണ്? ശാരദയാണ് കേട്ടോ. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയതാരാണ്? ശാരദയാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ പദ്ധതി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതാണ്? ദീപ്തി ബ്രെയിൻ പദ്ധതിയാണ്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള പന്തിന് നൽകിയ പേരെന്താണ്? അഡിഡാസ് ട്രയോണ്ട ആണെന്നാണ്. ഇത് അഡിഡാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പന്ത് നിർമ്മിക്കുന്ന കമ്പനിയാണ് അഡിഡാസ് കേട്ടോ. അപ്പൊ പന്തിന്റെ ഔദ്യോഗിക പേര് എന്ന് പറഞ്ഞാൽ ട്രയോണ്ട എന്നാണ് ഔദ്യോഗിക പേര് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. 2026 ഫിഫ ലോകകപ്പിനുള്ള പന്തിന് നൽകിയ പേര് ട്രയോണ്ട എന്നാണ് പേര്. ഈ പന്ത് നിർമ്മിച്ചത് അഡിഡാസ് കമ്പനിയാണ് കേട്ടോ. കണക്ട് ചെയ്തോണേ.
അടുത്ത പോയിന്റ്, സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത. പഠിച്ചു വെക്കണേ, എന്താണ്? സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത. അടുത്ത പോയിന്റ്, KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ ആകുന്ന നടൻ ആരാണ്? മോഹൻലാലാണ്. KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ ആകുന്ന നടൻ മോഹൻലാലാണ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ചൈനയെ മറികടന്നാണ് ഈ ഒരു വർഷം ചൈനയെ മറികടന്ന് നമ്മുടെ ഇന്ത്യ ഒന്നാമതെത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം, നിലവിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടണ് പകരമായി ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം ഏതാണ്? എൻഡ് ബട്ടണാണ് കേട്ടോ. എൻഡ് ബട്ടണാണ്. അപ്പോൾ പഠിച്ചു നോക്കണം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടണ് പകരമായി ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം ഏതാണ്? എൻഡ് ബട്ടണാണ്. 2026 31ാമത് UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം തുർക്കിയാണ് കേട്ടോ. 2026 31ാമത് UN കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP31 വേദിയാകുന്ന രാജ്യം തുർക്കിയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ 2025 30ാമത് UN കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP30 വേദിയായത് ബ്രസീലാണ് കേട്ടോ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വെക്കണം, തുർക്കിയിലെ അന്റാലിയയാണ് COP31 വേദിയാകാൻ പോകുന്ന നഗരം. അന്റാലിയ, തുർക്കിയിലെ അന്റാലിയയും അതോടൊപ്പം തന്നെ COP30 വേദിയായ നഗരം ബ്രസീലിലെ ബെലേമുമാണ് കേട്ടോ. അതോടെ ലാസ്റ്റ് പോയിന്റ്, ലോകകപ്പിൽ യോഗ്യത നേടിയ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? കുറാസോ ആണ് കേട്ടോ. കുറാസോ എന്ന കരീബിയൻ രാജ്യമാണ് കേട്ടോ. അപ്പൊ ലോകകപ്പിന് അഥവാ ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? കുറാസോ ആണ്. കുറാസോ ഒരു കരീബിയൻ രാജ്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ എന്തായാലും അത് നിർബന്ധമായിട്ടും അത് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എന്തായാലും ഈ വരുന്ന പരീക്ഷകൾക്ക് ഉപകാരപ്രദം ആകുന്നതാണ്. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.